ഐ എം പൗത്രൻ സർക്കിൾ ഇൻസ്പെക്ടർ ക്രൈം ബ്രാഞ്ച്. പ്രതി ഹാൻഡ് ഓവറിയും കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഒരു കാര്യത്തിൽ വലിയ സങ്കടമുണ്ട് സാർ. വളരെ ഓണസ്റ്റ് ആയിട്ട് ക്രൈം ബ്രാഞ്ച് കേസ് അന്വേഷിച്ചതും പ്രതി അറസ്റ്റ് ചെയ്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ പൂർത്തിയാകാറുമായി. പക്ഷെ ഇവിടെ ഇപ്പോ അധ്വാനം ഞങ്ങൾക്കും ക്രെഡിറ്റ് CBIക്കും. ഐ നോ ഇറ്റ് മിസ്റ്റർ പവിത്രൻ. CBI ഇതുവരെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, കോടതി ഓർഡർ. എന്തൊക്കെ പറഞ്ഞാൽ ഇത് വല്ലാത്ത ടോർച്ചറിംഗ് ആണ് സാർ. ഈ തൂണും ചാരിയൊന്നും പെണ്ണും കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. സോറി, ഞാൻ എന്റെ വിഷമം പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സും ഈ ഫയലിലുണ്ട് സാർ. ചാക്കോ സർ, ഇറങ്ങി പാടോ. സാർ, ഈ ഏമാന്റെ വക കുറെ കുത്ത് കഴിഞ്ഞവിടെ. ഇനിയുള്ള കലാപരിപാടി ഇയാളുടെ വകയാണോ? ആയിക്കോട്ടെ, വാ. ഈ പോലീസ് പറയുന്ന പോലെ അലക്സ് 7 പേരെ ക്രൂരമായി കൂട്ടക്കൊല ചെയ്തു എന്നൊന്നും ഞങ്ങൾ ബ്ലാങ്കായിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുറ്റവാളിയോടല്ല ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത്. നല്ല മാർക്കോടെ BA പാസ്സായി, തുടർന്ന് MAക്ക് ചേർന്നു. പക്ഷേ MA പാസ്സായില്ല. കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇടയ്ക്ക് വെച്ച് പഠിപ്പ് നിർത്തി. വീട്ടിൽ നിന്നും കാശ് കിട്ടാതായപ്പോൾ മോഷണം തുടങ്ങി. ചെറിയ പോക്കറ്റടി തുടങ്ങിയതാ. അത് പിന്നെ വലിയ കൊള്ളയിലും കൊലയിലും വരെ ചെന്നെത്തി എന്നൊക്കെയാണ് പോലീസ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിലൊക്കെ വല്ല വാസ്തവം ഉണ്ടോ അലക്സേ? അങ്ങനല്ല എന്ന് പറഞ്ഞ താൻ വിശ്വസിക്കോ? വേറൊരുത്തിനും കഴിവേറ്റം കിട്ടാതായിപ്പോ എല്ലാം കൂടി എന്റെ തലയെ കയറ്റിയതാ. ഞങ്ങളത് ഇറക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതാണ് സാറിനെങ്കിൽ നിന്നെ ഞാൻ... വേണ്ട ചാക്കോ. സാർ, ഇരണിയിൽ ഗ്രാമത്തിൽ പ്ലാമൂട്ടിൽ വീട്. ഉടമസ്ഥൻ ലോനപ്പൻ. പാരമ്പര്യമായി വലിയ പണക്കാരൻ, ബിസിനസ്സുകാരൻ. പ്രൈവറ്റ് ഫൈനാൻസർ ആയതുകൊണ്ട് ധാരാളം പണം എപ്പോഴും വീട്ടിലുണ്ടാവും. ഇവിടെ ആകെ കൊല്ലപ്പെട്ടത് 5 പേര്. എനിക്കറിയില്ല. ലോനപ്പൻ 53 വയസ്സ്. നാദാമംഗലത്ത് സക്രിയയുടെ വീട്. മാണിക്കുഞ്ഞെന്ന് പറഞ്ഞാലേ നാട്ടുകാരറിയൂ. ലോനപ്പനെ പോലെ തന്നെ പണക്കാരൻ, ബിസിനസ്മാൻ, പ്രൈവറ്റ് ഫൈനാൻസർ. ഇവിടെയും വീട്ടിലെപ്പോഴും പണം ഉണ്ടാവും. കൊല്ലപ്പെട്ടത് 2 പേര്. അറിയില്ല. മാണിക്കുഞ്ഞ് 55 വയസ്സ്. അറിയില്ല. മോസി, മാണിക്കുഞ്ഞിന്റെ മകന്റെ ഭാര്യ. അറിയില്ല. ഇരണിയിൽ 5, നാദാമംഗലത്ത് 2. അങ്ങനെ ആകെ 7 പേര്. ഇവർ കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഇവരുടെ വീടുകളുടെ പരിസരങ്ങളിൽ അലക്സ് ചുറ്റിപ്പറ്റി നടന്നിരുന്നു എന്നതിന് ദൃക്സാക്ഷികളുണ്ട്. അറിയില്ല. ഈ 2 വീടുകളിലും പല സ്ഥലത്തും അലക്സിന്റെ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുമുണ്ട്. എനിക്കറിയില്ല. അപ്പൊ ഈ 2 വീടുകളും വീട്ടുകാരെയും അലക്സിന് ഒരു പരിചയമില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലേ? നീ BA വരെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ആയും ലായും അല്ലാതെ വേറെ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞൂടെ? ഒന്ന് സഹകരിക്കടാ മോനെ. സാർ, 2 വീടും കാണാം സാർ. 2 പാൽ താമസമില്ല. പിന്നെ പ്രതിയെ കൊണ്ടിരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് പോലീസിനോട് കരുതണം. അല്ല, ആള് കൂടുവേ ഇല്ലേ? നോ പ്രോബ്ലം. സാർ, ഇവിടെയാണ് ലോനപ്പന്റെ ബോഡി കിടന്നത്. സാർ, ഇവിടെ മൂത്ത മകൻ മോഹൻകുട്ടൻ. അടുത്ത ആ മുറിയിൽ. ഇതിൽ ഓനപ്പന്റെ ഭാര്യ മറിയാം. സാർ, അടുത്ത അവിടെ. ഇവിടെ 2ാമത്തെ മകൻ രവിക്കുട്ടൻ.
സർ, ഫിഫ്ത്ത് വൺ. ഇത് മൂത്ത മകന്റെ ഭാര്യ അനിത. സാറേ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി കോടതിയിൽ നിന്ന് ഓർഡർ വാങ്ങിയത്. ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഇവരാണോ ഈ പൗരമുന്നണിക്കാർ? അതെ, പക്ഷെ നേതാക്കന്മാർ നാദാമംഗലത്താ അവിടെ മുന്നണി രൂപം കൊണ്ടത്. CBIക്ക് പഴയ പവർ ഉണ്ടോ സാറേ? എന്താ സംശയം? അല്ല, വേറൊന്നും കൊണ്ടല്ല, നല്ലൊരു പ്രഷർ വന്നാൽ CBIയും വളയില്ലേന്ന് ഞങ്ങൾക്ക് ഒരു സംശയം. എന്നാരോടോ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അല്ല സാറേ, ഈ അടുത്തുണ്ടായ ഒരു കേസിൽ കേന്ദ്രമന്ത്രി ഒഴിവാക്കിയില്ല, അത് CBI അദ്ദേഹത്തിന് കീഴുള്ളതുകൊണ്ടല്ലേ? അതും ഇതും തമ്മിൽ എന്താണോ ബന്ധം? ഇങ്ങോട്ട് മാറിയില്ല. എല്ലാരെയും സംശയിക്കണം സാറേ, അതാ കാലം. ഒരു സംശയവും വേണ്ട, സത്യം പുറത്തു വന്നിരിക്കും. അല്ല, സേതുരാമേരില്ലേ സാറേ? അദ്ദേഹം ഡൽഹിയിലാ. ഇപ്പൊ ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. സാറിന്റെ പേര് അന്നും ജനങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. The case is interesting. ബാക്കിയുടെ പറ കേൾക്കട്ടെ. ഇരണിയിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് നാദാമംഗലത്തെ ഇരട്ട കൊലപാതകം നടന്ന വീട്ടിലേക്കായിരുന്നു. അലക്സ് തന്നെയാണ് ഈ കൂട്ടക്കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കാനുള്ള പ്രധാന ക്ലൂ അവിടെ നിന്നാണ് കിട്ടിയത്. ഇതിന് എപ്പോ തിരിച്ചു വരും? ഉടനെ വരും സർ. ഇരണിയിൽ നിന്ന് നാദാമംഗലത്തേക്ക് ദൂരം ഏകദേശം 30 കിലോമീറ്റർ വരും. ഇരണിയിലെ കൂട്ടക്കൊലപാതകം നടന്നത് ഉദ്ദേശം 10-ന് 10:15 ഇടയ്ക്കാണ്. അവിടുന്ന് അലക്സ് നേരെ പോയത് നാദാമംഗലത്തുള്ള മാണിക്കുഞ്ഞിന്റെ വീട്ടിലേക്കാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടത്തില്ല. അതുകൊണ്ട് തന്നെ അന്ന് അവൻ പോയിരിക്കുന്നത് ഉദ്ദേശം 8 കിലോമീറ്റർ ചുറ്റിയായിരിക്കണം. അങ്ങനെ ആകെ 30-38 കിലോമീറ്റർ. സോ ഉദ്ദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് അവൻ എടുത്തു കാണും. തുടർന്നാണ് നാദാമംഗലം മാടം. അത് ഉദ്ദേശം 11-നും 11:15 ഇടയ്ക്ക്. ദാറ്റ് മാച്ചസ് ദ ടൈമിംഗ് സർ. ഓക്കെ, ചുറ്റിവളഞ്ഞാണ് പോയതെന്ന് അവൻ സമ്മതിച്ചോ? അവനൊന്നും സമ്മതിച്ചിട്ടില്ല. ഇതെല്ലാം പോലീസിന്റെ നിഗമനങ്ങളാണ്. ചാക്കോ സർ, നമുക്കും അവൻ പോയ വഴിയെ തന്നെ പോവാം, ചുറ്റി വളഞ്ഞ്. സർ, ഞാൻ ടൈലർ മണി, പൗരമുന്നണിയുടെ കൺവീനറാ. പോലീസിനെ മാറ്റി നിർത്തി CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന കേസിലെ ഹർജിക്കാരന് ഞാനാ. ഇവരേതോ കള്ളനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അവൻ കുറ്റവാളിയാണെന്നോ നിരപരാധിയാണെന്നോ ഞങ്ങൾ പറയുന്നില്ല. CBIയിൽ നിന്ന് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാകണം. ഞങ്ങൾക്ക് നീതി കിട്ടണം സർ. കിട്ടും, അത്ര ഇപ്പൊ പറയുന്നുള്ളൂ. ഇങ്ങോട്ട് മാറി. ഇത് കണ്ടോ സർ? സാർ, ഇത് അടിയോടി 23 വർഷം മാണിക്കുഞ്ഞിന്റെ ഒപ്പം ജോലി ചെയ്താൽ ഇൻക്വസ്റ്റിലും സീൻമാസിലും പ്രധാന സാക്ഷി. സാർ, ഇതാണ് മോസിയുടെ അപ്പനും അമ്മച്ചി, മോളി സൈമൺ. നമസ്കാരം. സാർ, ഇത് റോസമ്മ. അതല്ലേ പേര്? അതെ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു LP സ്കൂളിൽ ടീച്ചറാണ്. മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ട ദിവസം രാത്രി ഇവിടെ അടുത്തൊരു പള്ളി പെരുന്നാളിന് ഇവരോടൊപ്പം പോയിരുന്നു. ആണോ? അതെ. എന്നിട്ട് ഉദ്ദേശം 10 മണിയോടെ ചാച്ചൻ ഒറ്റയ്ക്കാന്നും പറഞ്ഞ് മോസി മടങ്ങി. ഡ്രാമ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചതാ. പക്ഷെ അവള് കേട്ടില്ല. കേട്ടിരുന്നെങ്കിൽ അവളെങ്കിലും ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഇവരുടെ മൊഴി ഞാൻ വായിച്ചതാ. ഇവിടെ വന്നാ മതി. സാറിന്റെ പഴയ ഉമ്മാക്കൊന്നും ഇനി നടക്കില്ല. CBI വന്നിരിക്കുന്നത്. ആരേക്കടാ? ചെന്നാട്ടെ സർ. സാർ, ഇവിടെയാണ് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസിയുടെ ബോഡി കിടന്നത്. മാണിക്കുഞ്ഞിന്റെ ബോഡി കിടന്ന ആ മുറിയിലാണ് സാർ. മരണപ്രാളത്തിനിടയ്ക്ക് മാണിക്കുഞ്ഞ് എഴുതിയതാവണം.
പക്ഷെ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ഒരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് കർത്താവിനെ ഓർത്ത് ഈശോ എന്ന് എഴുതിയായിരിക്കും. മാണിക്കുഞ്ഞിന് ഇംഗ്ലീഷൊക്കെ അറിയായിരുന്നു. പിന്നെ അയാൾ ഗ്രാജുവേറ്റ് ആണ്. ആ മാണിക്കുഞ്ഞിന്റെ വീട്ടില് അയാളും മരുമകളും അല്ലാതെ മാണിക്കുഞ്ഞിന്റെ ഭാര്യ, മക്കള് അങ്ങനെ ആരുമില്ലേ? അതൊരു വലിയ ട്രാജഡിയാണ് സാർ. മാണിക്കുഞ്ഞും കുടുംബവും വേളാങ്കണ്ണി യാത്രക്കിടയിൽ വലിയൊരു ആക്സിഡന്റിൽ പെട്ടു. അതിൽ സർവൈവ് ചെയ്ത് മാണിക്കുഞ്ഞും മരുമകളും മാത്രമാണ്. കൂടെ ഉണ്ടായിരുന്ന ഭാര്യ, മകൻ, മകൾ, മകളുടെ ഭർത്താവ്, കുട്ടികൾ എല്ലാവരും ഒരു ശാപം കിട്ടിയ കുടുംബമാണല്ലോ അത്. ഈ അലക്സിനെ ക്രൈംബ്രാഞ്ച് സംശയിക്കാൻ എന്താ കാരണം? അലക്സ് ഒരു ലിസ്റ്റഡ് മോഷ്ടാവാണ് സാർ. പല കേസിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ അലക്സിനോട് രൂപസാദൃശ്യമുള്ള ഒരാളെ സംഭവം നടക്കുന്നതിന് ജസ്റ്റ് മുമ്പ് ഇരണിയിലും നാദാമംഗലത്തും കണ്ടവർ പലരുമുണ്ട്. അവർ തന്ന ഡിസ്ക്രിപ്ഷൻസ് വെച്ചാൽ ഞങ്ങൾ അലക്സിനെ കസ്റ്റഡിയിലെടുത്തത്. പലരും അയാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇരണിയിൽ നിന്ന് നാദാമംഗലത്ത് ചുറ്റിത്തിരിഞ്ഞതിന് അലക്സിന് കാരണങ്ങളൊന്നും പറയാനില്ല. മതി സാർ, കഴിച്ചോ? മതി മതി മതി, ഇഷ്ടം പോലെ കഴിച്ചോ. ഇനി ഞാനെടുത്തോളാം. കുറെ നാളായി രുചിയുള്ള എന്തേലും കഴിച്ചിട്ട്. സാറ് വെജിറ്റേറിയനാ? നോൺ മുമ്പ് കഴിച്ചിരുന്നു, ഇപ്പൊ ഇല്ല. പ്യുവർ വെജിറ്റേറിയൻ? പ്യുവർ വെജിറ്റേറിയൻ. പോലീസിൽ പ്യുവർ വെജിറ്റേറിയനോ? ഈശോ MA-ക്ക് എവിടെയാണ് പഠിച്ചത്? ഞാൻ മാർവാനി. ഈശോ, ആ പേര് സാറിനെങ്ങനെ അറിയാം? എനിക്ക് ആ പേരുള്ള ചുരുക്കം ചിലർക്ക് അറിയുള്ളൂ. ഞങ്ങളെ കൂടാതെ ആ പേര് ഉറപ്പായിട്ട് മറ്റൊരാൾക്കും കൂടെ അറിയാമായിരുന്നു. ആർക്ക്? നാദാമംഗലത്തെ മാണിക്കുഞ്ഞിന്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? പറ, മാണിക്കുഞ്ഞ് ഈ പേരെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. നിനക്കെല്ലാം അറിയാം. ഈ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി നീയാണ്. പറ അലക്സ്, അവിടെ രണ്ടിടത്തു നിന്നും കൊള്ള ചെയ്ത സ്വർണവും പണവും എല്ലാം നീ എന്ത് ചെയ്തു? പറയടാ, പറയടാ, പറയാൻ. തൊണ്ടി കോടതിയിൽ ഹാജരാക്കുന്നില്ലേ? നാളെ ഹാജരാക്കും സാർ. പ്രതി കുറ്റം സമ്മതിച്ചോ? ആദ്യമൊക്കെ സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കളവ് മുതൽ ഇത്രയെങ്കിലും റിക്കവർ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഹാജരാക്കിയപ്പോൾ അവന്റെ സ്വഭാവം നേരെ മാറി. പോലീസും CBIയും കൂടി എല്ലാം തന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്നും മർദ്ദനം പേടിച്ച് കുറ്റം സമ്മതിച്ചാണെന്നും കൂടി അവൻ കോടതി പറഞ്ഞു. അത് യൂഷ്വൽ അല്ലേ? ഏത് പ്രതിയാ കോടതിയിൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളത്? അവനെ ചാർജ് ചെയ്യാനുള്ള തെളിവുകളൊക്കെ ഇല്ലേ? 100%. പരിസരത്ത് അവനെ കണ്ട സാക്ഷികൾ, 2 വീട്ടിൽ നിന്നും കിട്ടിയ അവന്റെ ഫിംഗർ പ്രിന്റ്സ്, പിന്നെ കളവ് മുതൽ കണ്ടെടുത്ത എക്സെട്ര. ഇതാണ് സർ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധം. ഇത് വെച്ച് ഒറ്റ അടിയ തലയ്ക്ക് സ്കള്ള് ചെതറി പീസാവും. ഒരു മോഷ്ടാവ് എന്നതിനേക്കാൾ ഉപരി ഹീസ് എ മാനിയാക് സീരിയൽ കില്ലർ. ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസും കൂടി ആവുമ്പോൾ ആളുകൾ പെടഞ്ഞ് മരിക്കുന്ന കണ്ടാൽ അവന് രസം കയറും. ഡോക്ടേഴ്സ് അവൻ്റേത് വളരെ പെക്യുലർ കേസാണെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചാർജ് ഷീറ്റ് നമുക്ക് നാളെ ഫയൽ ചെയ്യാം സാർ. ഓക്കെ, ശരി സാർ. ബാലഗോപാൽ സർ, 1 മിനിറ്റ്. ഈ മാണിക്കുഞ്ഞ് ചുമരിൽ എഴുതിയ ഈശോ അലക്സിന്റെ ഇരട്ട പേരാണെന്ന് സംശയം തോന്നാൻ കാരണം? അലക്സിന്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി സർ. വലിയ വലിയ കൊള്ളകൾ നടത്തുന്നതിന് മുമ്പുള്ള അവന്റെ മോഡസ് ഓപ്പറൻഡി, കൊള്ള നടത്താൻ ഉദ്ദേശിക്കുന്ന സങ്കേതവുമായി അവൻ ഏതെങ്കിലും ഡിസ്ഗൈസിൽ പരിചയപ്പെടും. കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കും, എന്നിട്ട് കൊള്ള നടത്തും. ഡീറ്റെയിൽസ്. താങ്ക് യു സർ. മാണിക്കുഞ്ഞിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ടാവണം. അലക്സ് മാണിക്കുഞ്ഞിനെ പരിചയപ്പെടുമ്പോൾ അധികം ആർക്കും അറിയില്ലാത്ത ഈശോ എന്ന പേര് അവൻ മാണിക്കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ചു. അത് വർക്കൗട്ട് ചെയ്തിട്ടാണ് അവനെ ട്രാപ്പിലാക്കിയത്. സത്യത്തിൽ ഈ ഒരു ടേണിംഗ് പോയിന്റ് ആണ് CBIക്ക് അലക്സിന്റെ മേലുള്ള സംശയം ഉറപ്പിച്ചത്. വണ്ടർഫുൾ, ജസ്റ്റ് വണ്ടർഫുൾ. താങ്ക് യു സർ. ഇത്രയും കേട്ടതിൽ നിന്നും സാറിനെ അവൻ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും ഊഹമുണ്ടോ? നത്തിങ്, അബ്സല്യൂട്ട്ലി നത്തിങ്. ഇപ്പൊ 2 പേർക്ക് ഈ കാര്യം അറിയൂ. ഒന്ന് അലക്സ്, മറ്റൊന്ന് ഊപ്പർവാല.
അലക്സ് ദൈവന്റെ പ്രാർത്ഥന കേട്ടു. ഇവരൊക്കെ പറഞ്ഞത് സാറ് വരില്ല എന്നാ, പക്ഷെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ശരി സർ. ഈ ലോകം വിട്ടുപോകാൻ ഇനി ഏതാനും ദിവസങ്ങൾ എനിക്കുള്ളൂ. ഞാൻ സത്യമേ പറയൂ, സാറ് വിശ്വസിക്കണം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഉൾവിളി ഉണ്ടായി. ദൈവം എന്നോട് പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം ആരോടെങ്കിലും പറയണമെന്ന്. വളരെ യാദൃശികമായിട്ടാണ് സാറ് ഇവിടെ ഉണ്ടെന്ന് പേപ്പറിൽ കണ്ടത്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഏറ്റവും യോഗ്യം സാറാണെന്ന് എനിക്ക് മനസ്സിലായി. ഇരണിയിലെയും നാദാമംഗലത്തെയും കൂട്ടക്കൊല കൂടാതെ തെളിയിക്കപ്പെടാത്ത 3 കൊലകൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ആദ്യത്തെ കൊല നടത്തിയത് കൊള്ള നടത്തിയ ശേഷം ആത്മരക്ഷാർത്ഥമാണെങ്കിൽ കർണാടകത്തിൽ 2 പേരെ കൊന്നത് ദൃക്സാക്ഷികൾ ഇല്ലാതാക്കാനായിരുന്നു. തുടർന്ന് എനിക്ക് മനസ്സിലായി ആ കൊലകളിൽ കാരണമില്ലാത്ത ഏതോ രസം എനിക്കുണ്ടായിരുന്നുവെന്ന്. നാദാമംഗലത്തെയും ഇരണിയിലെയും കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഞാൻ പൂർണ്ണ മൃഗമായി തീർന്നിരുന്നു. ഇതൊരു കൺഫെഷനാണ്. ആണെങ്കിൽ ഫാദർ ഗോമസിനോട് മതിയായിരുന്നു. എന്നെ മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റിയ മനുഷ്യസ്നേഹി. ഇല്ലെന്ന് വിശ്വസിച്ച ദൈവം ഉണ്ടെന്ന് തെളിയിച്ചു തന്ന മഹാൻ. പക്ഷേ അദ്ദേഹത്തിന് പോലീസിന്റെ ജോലി ഇല്ലല്ലോ സാർ. മനസ്സിലായില്ല. ആ 7 കൊലകളിൽ ഒരെണ്ണം ഞാൻ ചെയ്തതല്ല സാർ, മറിച്ച് 6 എണ്ണം ഞാൻ ബോധപൂർവം തന്നെ ചെയ്തതാ. ആ വീടുകളിൽ കൊള്ള നടത്തിയത് ഞാൻ തന്നെയാ. കള്ളം, പച്ചക്കള്ളം. 6 അല്ല 7 ഇവൻ തന്നെയാ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. പ്ലീസ് ലെറ്റ് ഹിം കംപ്ലീറ്റ് ഇറ്റ്. പറയൂ. ഇങ്ങനൊരു രഹസ്യം, രഹസ്യമല്ല സത്യം, ഇപ്പോൾ പറയുന്നുകൊണ്ട് യാതൊരു ദൈവോദാക്ഷിണ്യമോ ആരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്ത കൊലകളിൽ ഒന്ന് കൂടിയാലും കുറഞ്ഞാലും ഈ ശിക്ഷയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച ശിക്ഷയാണിത്. എൻ്റെ ഈ മോഹം കണ്ടാലറിയില്ലേ, എനിക്കൊട്ടും പരിഭ്രമവും ഇല്ല, ഭയവും ഇല്ല. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു മനമാറ്റത്തിന് എന്താ കാരണം? ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞത്, ദൈവം എന്നെ പ്രേരിപ്പിച്ചു വന്നത്. മറ്റൊന്ന്, 7ാമത്തെ കൊല ആര് ചെയ്തു അവർ ഇന്ന് സമൂഹത്തിൽ മാന്യരായി കഴിയുന്നുണ്ടാവണം. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ലെന്ന അഹങ്കാരത്തിൽ. അസത്യം പറയുന്നതിനേക്കാൾ പാപമാണ് സത്യം പറയാതിരിക്കുന്നത്. അതുകൊണ്ടാവണം ദൈവം ഈ അവസാന നേരത്ത് ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആരാണ് ഇതിൽ 7ാമത്തെ ആൾ? മാണിക്കുഞ്ഞ്, നാദാമംഗലത്തെ 2 പേരിൽ ഒരാൾ. എന്നാ വിധി നടപ്പാക്കേണ്ട ദിവസം? തീയതി തീരുമാനിച്ചു? എന്ന് വേണമെങ്കിലും സംഭവിക്കാം സാർ. എക്സിക്യൂഷൻ ഓർഡർ വരേണ്ട താമസമേ ഉള്ളൂ. എന്താ സാർ? നത്തിങ്.